ഹലോ ഗൈസ്, പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനാണെങ്കിൽ ക്ലാസ്സിൽ പോകാൻ എണീറ്റ് ഇത് ഷട്ടപ്പെട്ടാന്ന് പറഞ്ഞ് പല്ലൊക്കെ തേച്ച് പുറത്തു പോകാമെന്ന് വെച്ചപ്പോൾ പല്ലേച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന ഒരു ദുശീലം എനിക്കുണ്ട്. നല്ല ശീലമാണെങ്കിലും ദുശീലം നമുക്ക് വെറുതെ പറയാം. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്ടർ ഫിൽറ്ററിൽ ആൽഗെ പിടിച്ചു. തിരക്ക് പിടിച്ച ജീവിതത്തിൽ വെയിൽ കൊണ്ട് ആൽഗെ പിടിച്ചു പോയി. ഇനി നമ്മൾ വെയിലത്തിരുന്ന് ഉണങ്ങട്ടെ. നല്ലതാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടെങ്കിൽ പറഞ്ഞാൽ വെയിലത്ത് ചുണക്കി ശരിയാക്കിയിട്ട് കഴുകിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ വെള്ളത്തിലൊക്കെ ആൽഗെ പിടിച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ പാവപ്പെട്ട വാട്ടർ ഫിൽറ്ററിലും ആൽഗെ പിടിച്ചു. ഇപ്പോൾ കാലത്ത് വെള്ളം കുടിക്കാൻ ഒരു നിവൃത്തിയില്ല. പക്ഷെ ഒരു സംഭവം നമ്മൾ ശീലമാക്കി കഴിഞ്ഞിട്ടേ വേഗം അത് മാറാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ പറ്റിപ്പോയെ. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഈ ഇതിൽ ആൽഗെ പിടിച്ച് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ വീഡിയോ എടുത്തു. ഇനി പുറത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ. ബൈ ബൈ. ഞാനാണെങ്കിൽ സമയം വൈകിയതിൻ്റെ പേരിൽ വേഗം കൂടെ ഇറങ്ങി പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല വെയിലുണ്ട്. ചുടുക്കത്ത തണുപ്പ്. പുറത്താകെ ഉള്ളത് 5 ഡിഗ്രി. അപ്പോൾ തന്നെ ഞാൻ ഫോൺ എടുത്ത് വെതർ നോക്കി. ഞാൻ വെയിൽ കണ്ടിട്ടാണ് ജാക്കറ്റില്ലാണ്ട് ഇറങ്ങിയത്. വെതർ നോക്കിയപ്പോൾ ഇന്നത്തെ മാക്സിമം പറയണത് 10 ഡിഗ്രിയാണ്. കോപ്പ് സമ്മറെന്നും പറഞ്ഞ് പിന്നെയും പറ്റിച്ച്. പിന്നെ തിരിച്ച് കയറിപ്പോയി ജാക്കറ്റ് ഇട്ട് കുട്ടപ്പനായിട്ട് പിന്നെ ഇറങ്ങി. എന്തായാലും ഇന്ന് ചൂടായ ചൂടിൽ നിൽക്കണം. ഒരു ഉറപ്പില്ലാത്ത ബ്ലഡി ഗ്രാമവാസീസ് നിങ്ങളുടെ അല്ല കേട്ടോ, ഇന്നത്തെ കാലാവസ്ഥേനെ വിളിച്ചതാ. കോപ്പ് ഈ ചൂട് നിറപ്പ് മാറി നിന്നിട്ടാണ് ഇന്ന് തോന്നണുണ്ട് ഈ കോപ്പ് മാറാത്ത. ഏതാണ്ടൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ഒരു ദിവസം ചൂട്, 2 ദിവസം ചൂട്, 3-ാം ദിവസം തണുപ്പ്, അല്ലെങ്കിൽ 3-ാം ദിവസം മഴ. അതിൻ്റെ കൂടെ കാലത്ത് ചൂട്, ഉച്ചയ്ക്ക് മഴ, വൈകുന്നേരം തണുപ്പ്. ഏതേലൊക്കെ ഒന്ന് സ്റ്റേബിളായി വന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ സെറ്റായാലേ. അപ്പം അത്രേ ഉള്ളൂ. ഇനി ക്ലാസ്സിൽ പോട്ടെ. ഇതേ പോകണം എനിക്ക് പോകാനുള്ള എൻ്റെ കറക്റ്റ് ട്രാം. ഇതേ പോകണം, പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ട്രാം പിടിക്കാം. എന്തായാലും വൈകി. ഇപ്പം ആഘോഷകരമായിട്ട് വൈകാം. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. ആദ്യത്തെ ക്ലാസ്സിൽ വീഡിയോ എടുക്കാൻ മാത്രമുള്ള ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനും പോയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ച് പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ്സിനെ കുറിച്ച് മുന്നും കുറേ പ്രാവശ്യം പറഞ്ഞേക്കുന്നതാണ്. ആൻഡ്രോളജിയാണ് സബ്ജക്റ്റ്. ഇന്ന് നമ്മൾ എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഇതിന് പറയുക എക്യുപ്മെൻറ്റാണ്. ആ എക്യുപ്മെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ പരിപാടി, അത് അതെ ഇത്രയും കാലം നമ്മൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇത്രയും ടെമ്പറേച്ചർ, ഇത് ഇങ്ങനെയൊക്കെയാണ് മൃഗങ്ങളിൽ, എങ്ങനെ മൃഗത്തിന് ചൂസ് ചെയ്യണം, അതായിരുന്നു ഈ സബ്ജക്റ്റിൽ പഠിച്ചത്. ഇന്ന് എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്ന് പഠിച്ചു. അതായിരുന്നു ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എത്ര നീളത്തിൽ വെച്ച് കട്ട് ചെയ്യണം, എത്ര നീളത്തിൽ പിടിക്കണം, എങ്ങനെ വെക്കണം, എങ്ങനെ വിടണം, അങ്ങനെ ഒറിജിനൽ മൃഗത്തിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ മൃഗത്തിനെ കൊല്ലും. പക്ഷെ നമ്മൾ ചെയ്തത് അതിൻ്റെ ഒരു ഫോർമാലിൽ ഇട്ട് വെച്ച ഒരു സാമ്പിളിൽ ചെയ്തു. എന്നാൽ ഏതോ ഒരു സാമ്പിളിൽ ചെയ്തു. ഇനി ഏതെങ്കിലും കാലത്ത് എനിക്ക് തോന്നണം പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒറിജിനൽ മൃഗത്തിൽ അങ്ങോട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്ന്. അപ്പം എന്തായാലും ആ ക്ലാസ് അങ്ങനെ അങ്ങോട്ട് തീർന്നു. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. അടുത്ത ക്ലാസ് ഇവിടെ, അതിനി 10 മിനിറ്റിലാണ്. 10 മിനിറ്റിൽ തുടങ്ങും. അപ്പം ഇനി ആ ക്ലാസ്സിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ ക്ലാസ്സും ബോറാണ്. അത് മിൽക്ക് ഹൈജീൻ. എന്തെങ്കിലും അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ബൈ. ലൈബ്രറിയാണ്, ലൈബ്രറി. 1 മിനിറ്റ് ഇവിടെ അങ്ങനെ വച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകും മൊത്തത്തിൽ. ഓ മൈ ഗോഡ്, പുറത്തുള്ള വഴി ഏതാ? സോറി പാനോ, ഞങ്ങളുടെ തലയിൽ പിടിച്ച് മുളിച്ചാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടെ ഉള്ള പുള്ളി പ്രിൻ്റ് എടുത്തോളും. ഇവിടെയൊക്കെ പല പല കോർണറിലും ഈ സെക്രട്ട് PL എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെ പോയി നമുക്ക് സെറോക്സ് എടുക്കുക, അതായത് പ്രിൻ്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ കടകൾ അന്വേഷിച്ചിറക്കണ്ട, പ്ലസ് വില കുറവായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് 2 ഷീറ്റ് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് എനിക്ക് ഡോക്ടറിനെ കണ്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അതായത് പിന്നീടൊരു ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യമാണ്. എന്ത് ട്രിപ്പാണെന്നൊക്കെ ആ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡോക്ടറിനെ കാണണം ഇന്ന്, എന്നാലാണ് എനിക്ക് ആ പ്രിൻറ്റിന് ഞാൻ എലിജിബിൾ ആണെന്ന് പറയാൻ പറ്റും. അതായത് ഈ ഡോക്യുമെൻ്റാണല്ലോ എല്ലാം പറയുന്നത്, അതുകൊണ്ട്. അപ്പോൾ express.secr.pl എന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ അതിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള അത് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ട് എപ്പം അങ്ങോട്ട് ചെല്ലുന്നു അപ്പോൾ ഫോണിൽ എടുക്കുക, എപ്പോഴാണോ വേണ്ടത് അപ്പം അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ തന്നെ കാണിക്കും പ്രിൻ്റ് നൗ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 2 ഷീറ്റ് പ്രിൻ്റ് ചെയ്തതിന് 1 സ്ലോട്ടി
അപ്പം അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. secr.pl കേട്ടോ, express.secr.pl എടുക്കുക. എന്നിട്ട് ലൊക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള സ്ഥലം കാണിക്കും, അവിടെ ചെല്ലാം പരിപാടി ചെയ്യുക. ചീപ്പാണ്, ഇങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ ബൈ ബൈ. നമ്മളിപ്പോൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് ഒരു ചെറിയ വലിയ പ്രശ്നമുണ്ട്. കുറേ പേർക്കൊക്കെ പരാജയം അഥവാ തോൽവി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ കണ്ടെടുത്തോളം നമ്മൾ തോറ്റോ അത് നല്ലതാണ്. കാരണം ഞാൻ തോറ്റോടുന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്ക് നല്ല പവറിൽ തിരിച്ചു കയറാൻ പറ്റിയത്. അന്ന് തോറ്റപ്പോൾ ആ ഇരുന്നോടത്തിരുന്നുവെങ്കിൽ ഞാനിന്നിപ്പോൾ ഉള്ളോടത്ത് ഒരു കാരണവശാലും എത്തില്ല. എവിടെ എത്തിയിട്ടില്ല, പക്ഷെ എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആ തോറ്റിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള സിമ്പിൾ കാര്യം എന്ന് പറയുന്നത്, പരാജയം എന്ന് പറയുന്നത് ഓരോ ലെസൺസാണ്. പരാജയം ആക്സെപ്റ്റ് ചെയ്യുക, അവിടെ വരുത്തിയ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക, എന്നിട്ട് അങ്ങോട്ട് പുനർജനിക്കൽ എനിക്കൊരു പുതുമയല്ല. കാരണം ഞാൻ ഒരു തവണ കുളത്തിലൊക്കെ വീണെങ്കിൽ പുനർജനിച്ചേക്കുന്നതാണ് പല പ്രാവശ്യം. അതല്ലാതെ വേറെ സിറ്റുവേഷൻസിൽ തോറ്റിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നേക്കുന്ന എൻ്റെ ഫാമിലിയാണ്. അതേപോലെ തന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നേക്കണം ഞാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പൊക്കെ തോറ്റാലും ശരി, അങ്ങോട്ട് തിരിച്ച് കയറി വരാനുള്ള ഊർജ്ജം വൺ വേ ഓർ കയറി വരും. പലർക്കും സെക്കൻഡ് തോട്ടും വരും, എനിക്കും വന്നിട്ടുണ്ട്, വരായികില്ല. കാരണം അത്രയും വലിയൊരു ഡൗൺഫോളിൽ ഞാൻ ഒരു കാലത്ത് വീണിരുന്നു. തിരിച്ച് എങ്ങനെ നോക്കിയാലും കയറാൻ പറ്റാത്ത രീതിയിൽ, എവിടെയൊക്കെ കൈ പിടിച്ചാലും ഒരു കയറും എങ്ങനെയും കിട്ടാത്തൊരവസ്ഥ. പക്ഷേ വിട്ടുകൊടുത്തില്ല. സ്ട്രഗിൾ ചെയ്തായാലും ശരി, എങ്ങനെയായാലും ശരി, എങ്ങനെയോ കൈ കിട്ടി. ആ കൈ പിടിച്ച് അങ്ങോട്ട് കയറി. ഇപ്പം പോളണ്ടിലിരുന്നു. പക്ഷെ പോളണ്ടിൽ എവിടെ എത്തിയിട്ടില്ല. പോളണ്ടിൽ നിന്നും ചിലപ്പോൾ എന്തെങ്കിലും അടി കിട്ടാം, പക്ഷെ തോറ്റു കൊടുക്കില്ല. ആ ഒരു കാര്യം ഉറപ്പാണ്. കാരണം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പഠിപ്പിച്ചേക്കണതാണ്, ഞാൻ ചത്താൽ ഒരു 10 ആൾ നമ്മുടെ ചുറ്റും നിന്ന് പറയണം ഇവനൊരു ബഡാ ടീമായിരുന്നു എന്ന് പറയുന്ന ലെവലിലൊക്കെ ചത്താൽ അതൊരു ഫീലാണ്. അതുകൊണ്ട് തന്നെ മറ്റേ പരിപാടിയിലുള്ള ഡെത്ത് പരിപാടിയൊന്നും നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഹെവി ആയിട്ട് നമ്മളിവിടെ നിന്ന് ലോകം വിട്ടങ്ങോട്ട് പോകും എന്നാണ് തീരുമാനം. ഇനിയിപ്പോൾ ആക്സിഡൻറ്റിൽ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലാതെ എത്ര തോൽവി വന്നാലും മറ്റേ ഡിസിഷൻ എടുത്തിട്ടുള്ള പോക്കില്ല. നിങ്ങളും അങ്ങനെ തന്നെ എടുക്കുക. ഓരോ തോൽവിയും ഓരോ ലെസൺസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ പാഠങ്ങളായിട്ട് എടുക്കുക. അത് ഓരോ സ്കാറായിട്ട് നിങ്ങളുടെ മേത്ത് കിടന്നോട്ടെ. അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുക, അങ്ങോട്ട് ഉയർത്തെഴുന്നേക്കുക, പൊരുതുക. അവസാനം എന്തായാലും വിജയം കാണും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബിദ്രോങ്കയിലേക്ക് പോക്കാണ്. സാധനങ്ങൾ മേടിക്കണം. കാരണം ഒന്നുമില്ല, ആ ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കയ്യിലുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ആകെ പോർക്കിറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ബിദ്രോങ്കയിൽ ഇപ്പോൾ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ മേടിക്കുക. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുന്നു. ട്രാം പോകുന്നു. ഇനി എൻ്റെ ട്രാം വന്നാൽ ഞാൻ അതിലും കയറി അങ്ങോട്ട് പോകും. സോ ഫാർ എവറിത്തിങ് വാസ് ഫൈൻ. പിന്നെ ഇന്നൊരു റെഗുലർ ഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. പറ്റിയ ഈവനിങ്ങിൽ ഫുട്ബോൾ കളിക്കാൻ പോകും. അതല്ലാതെ വേറെ പ്രവൃത്തികളൊന്നും ഇന്ന് സംഭവിക്കില്ല. ഇന്നിപ്പോൾ യാതൊരുവിധ ഓഫറും ബിദ്രോങ്കയിൽ ഇല്ല. പറ്റിച്ചു കളഞ്ഞു. യാതൊരു വിധത്തിലുള്ള ഓഫറും ഇന്ന് ഇല്ല. ഓഫറുണ്ട്, പക്ഷേ വൃത്തിയായിട്ടുള്ള ഓഫറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകപ്പാടെ കുറച്ച് കുപ്പിക്ക് കുറച്ച് ഓഫറുണ്ട്. ആർക്ക് വേണം? എൻ്റെ പട്ടി പിടിക്കും. അത് കാശില്ലാത്ത സമയത്ത്. കാശിനായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ. എങ്ങനെ? അപ്പോൾ അത് തീരുമാനമായി. പിന്നെ നമ്മൾ ഈ ആഴ്ച കൗഫ്ലൻഡിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഔഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ ലിഡിലോ എവിടെയെങ്കിലും പോയിട്ട് സാധനങ്ങൾ മേടിക്കണം. കാരണം ബിദ്രോങ്ക നമ്മളെ ഈ ആഴ്ച തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ നല്ല രീതിയിൽ അങ്ങോട്ട് പറ്റിച്ചു. ഒരു ഓഫറും തോന്നില്ല ഗ്രാമവാസീസ്. പിന്നെ തിരിച്ച് ഹോസ്റ്റലിൽ പോകണം. ഹോസ്റ്റലിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഡോക്ടറിനെ കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ട് പറ്റിയ ഫുട്ബോൾ കളിക്കാൻ പോകണം. ഉറപ്പൊന്നുമില്ല, പറ്റിയ പോകണം. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ആദ്യം ചോറിടണം. വിശന്നിട്ട് പാടില്ല. അയ്യോ എന്താ അല്ലേ, എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കുന്ന ഒന്നുമില്ല സമാധാനപരമായിരിക്കുമെന്ന്. പക്ഷേ അല്ല, വൺ വേ ഓർ അനദർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് നമ്മുടെ ദിവസങ്ങൾ ഒക്യുപ്പൈഡ് ആയിരിക്കും. അതൊരു പ്രത്യേക തരം മായാജാല. ഞാൻ ഇന്ന് ശരിക്കും വിചാരിച്ചത് 2 ക്ലാസ്സിന് പോകുന്നു, തിരിച്ചു പോകുന്നു, ഉറങ്ങുന്നു. പക്ഷേ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ക്യാൻറ്റീനിൽ ഒരാളെ കാണാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബിദ്രോങ്ക വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഡോക്ടറിനെ ഇനി കാണാൻ പോകേണ്ട കാര്യമുണ്ട്. ഫുട്ബോൾ കളിയുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ഫുഡ് അടി പരിപാടിയുണ്ട്. എൻ്റെ അമ്മ എന്തോരം പരിപാടികളാണ്. ഒരു ദിവസം ഫ്രീ ആവാം എന്ന് പറയുന്നൊരു സ്കീം അങ്ങ് വിദേശത്ത് വന്നു കഴിഞ്ഞിട്ട് നിയർലി ഇമ്പോസിബിൾ. വൺ വേ ഓർ അനദർ യു വിൽ ഓൾവേസ് ബി ഓക്യുപ്പൈഡ്. ഞാൻ എഴുതി വെച്ചുതരാം. അതായത് കുറച്ച് കൂട്ടുകാരും കൂടി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. ആർഭാടായിട്ട് കൂട്ടുകാരെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ തെറ്റില്ലാത്ത, നമ്മളെ ദ്രോഹിക്കില്ല, അല്ലെങ്കിൽ നമുക്കും ദ്രോഹമില്ല അവർക്കും ദ്രോഹമില്ലാത്ത രീതിയിൽ പോകുന്ന കൂട്ടുകാരെ വയ്ക്കുന്നതിൽ പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. യു വിൽ ഓൾവേസ് ബി ഓക്യുപ്പൈഡ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പോകുന്നു വന്നാൽ ഏതോ ഒരുത്തൻ്റെ കയ്യിലിരുന്ന് ഒരു എനർജി ഡ്രിങ്കിനെ പൊട്ടിക്കിടക്കണം പാവം. അപ്പോൾ പോട്ടെ.
പോട്ടെ പോട്ടെ, ഇനി ഇവിടെ നിന്നൊരു 10 മിനിറ്റ് തിരിച്ച് ഹോസ്റ്റലിലെത്താൻ. ഓക്കെ, ബൈ ബൈ. കാത്തിരുന്ന് അവസാനം ഡോക്ടറിനെ കണ്ടു. ഒന്നും പറയണ്ട, അതൊരു വല്ലാത്ത കാണലായി പോയി. കോപ്പ് 3 മണിക്ക് കാണാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട്, അതായത് അപ്പോയിൻമെൻറ്റ് തന്നിട്ട്, അത് ഇപ്പം എങ്കിലും കിട്ടിയത് യൂണിവേഴ്സിറ്റിക്കാർ ഇടപെട്ടതുകൊണ്ട് മാത്രം. കാശ് എന്നാലും കൊടുക്കേണ്ടി വന്നു. എന്തെങ്കിലും ആവട്ടെ, 3 മണിക്ക് കാണാമെന്ന് വെച്ച് പോയിട്ട് 4-4:30 കണ്ടപ്പോൾ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യണ്ടേ? ഒന്നുമില്ല. ആകപ്പാടെ റിസപ്ഷനിൽ ഒരു പുള്ളിക്കാരി ഉണ്ട്. ഭാഷയുടെ ഒരു അംശം പോലും അറിയാൻ പാടില്ല, ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. അത് പോട്ടെ, പോളിഷ് അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ല ഇങ്ങനെയൊക്കെ ഒന്ന് ഒരാളെടുത്ത് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കാനുള്ളൊരിത് അല്ലെങ്കിൽ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റിയൊരിത് ഒരു മാങ്ങാത്തൊലി ഇല്ലാത്തൊരു മറ്റോടത്തെ സ്ഥലം. അത് ഇവിടുത്തെ ഞാൻ യൂറോപ്പിൽ എവിടെയൊക്കെ മെഡിക്കൽ കേസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, ഒക്കെ പത്തറ്റിക്ക. ഇവിടെയും ഇതിലും കഷ്ടം. എൻ്റെ പൊന്നേ, കഴുത്തറപ്പനായിട്ട് കാശും മേടിക്കും. കാശ് എത്ര ഞാൻ പറയാനുള്ളത്, കാരണം ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് യൂണിവേഴ്സിറ്റി എന്നായതുകൊണ്ട്. പൂരത്തിനുള്ള ആൾക്കാർ എല്ലാവരും കൂടി ആയിട്ട് എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ കളിക്കാൻ പോകണം, അല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. ആ ഫ്രസ്ട്രേഷൻ നമുക്ക് പന്തുമ്പോൾ തീർക്കാം. അതേ ബസ് പോകണം, എല്ലായിടത്തും അപമാനമാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് പോവാം, എന്നിട്ട് ബാക്കി പരിപാടികൾ. ഓ മൈ ഗോഡ്, ആരാണോ കളിയുണ്ടോ? കളി ആഘോഷകരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ പോസ്റ്റ്, ഇത് എതിർകക്ഷിയുടെ പോസ്റ്റ്.